ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. 7ഓളം വീടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണിത്. വളരെ വീതിയേറിയ വഴിയൊക്കെ കൊടുത്ത് തന്നെയാണ് ഈ വില്ല ചെയ്തിരിക്കുന്നത്. 3.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1560 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 8 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്റർ നല്ലൊരു ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു എലവേഷൻ നമുക്ക് ഈ വീടിന് കാണാം. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന് മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ വീടിന്റെ മുൻവശത്തായി നമുക്ക് കാണാം. ഗ്രാനൈറ്റിൽ പണിതിരിക്കുന്ന 2-3 പേർക്ക് ഇരിക്കാവുന്നത്ര ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വുഡൻ ഫിനിഷ് ലുക്കിൽ വരുന്ന നല്ലൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലായി വാൾപേപ്പർ ഡിസൈനൊക്കെ നമുക്കിവിടെ കാണാം. പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയാക്കി തന്നെയാണ് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ സുഖമായി നമുക്കിവിടെ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും താഴെയായി നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് വീടിന്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നമുക്ക് കാണാം. ലൈറ്റ് ബ്ലൂ കളറിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമെ ചെറിയൊരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി മുഴുവനായി തന്നെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. 3 വാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് ഒരു കോർണറിലായി കാണാം. ബെഡ്റൂമിലും ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേക്ക് മുകളിലായി നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. സ്റ്റെയർവേ കയറി ആദ്യം നമ്മൾ കാണുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയാണ്. ഷീറ്റുകൾ കൊണ്ട് റൂഫും ചുറ്റുഭാഗവും GI ട്യൂബ് കൊണ്ട് കവർ ചെയ്താണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴ്ഭാഗത്ത് കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെ ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിലും നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 12 അടിയിലധികം നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം.
മറ്റ് റൂമുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണിത്. ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. GA ട്യൂബുകൾ ഉപയോഗിച്ചാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. മെയിൻ ബാൽക്കണി കൂടാതെ ഒരു സെക്കൻഡ് ബാൽക്കണി കൂടി നമുക്കിവിടെ കാണാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങി ചെന്നതിനായിട്ടുള്ള സ്റ്റെപ്പുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 3.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1560 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.